നമസ്കാരം. സ്വർണ്ണക്കൊള്ളയിലെ ദൈവതുല്യരും ലൈംഗിക പീഡന കുമാരന്മാരും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ലൈംഗിക പീഡന ആരോപണം ആദ്യം ഉയർന്നപ്പോൾ ഹൂ കേസ് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞിരുന്നത്. ആരോപണം പൊതുജന മധ്യത്തിൽ ഉന്നയിക്കപ്പെടുകയും ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരികയും ചെയ്തപ്പോൾ പാർട്ടിക്ക് നടപടി സ്വീകരിക്കാതെ വയ്യെന്നായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴിതാ യുവതിയുടെ പരാതിയെ തുടർന്ന് രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ രാഹുൽ ഒളിവിൽ പോയിരിക്കുന്നു. വീണ്ടും പുറത്തു വന്ന അതിജീവിതയുടെ ശബ്ദ സന്ദേശങ്ങളിലെ ഗുരുതരാവസ്ഥ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രാഹുലിനെ 3 വട്ടം തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. പുതിയതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് തന്നെയാണ് നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ 3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 3 മാസമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ എനിക്കിന്നും പറയാനുള്ളൂ. ഒരു അന്വേഷണം നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യപ്രകാരം ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ശ്രീകുമാറോ? അവൻ ശ്രീകുമാറല്ല, സ്ത്രീകുമാറാ, സ്ത്രീകുമാർ. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല. അദ്ദേഹത്തിനെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുക. പാർട്ടി സസ്പെൻഡ് ചെയ്തോടെ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല. കണ്ടാ കുഞ്ചാക്ക ബോബം പോലെയും കയ്യിലിരിപ്പ് ഭീമന്റെ ഹോണ്ടി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇവനെ പ്രതികരിക്കേണ്ട കാര്യമില്ല. താനുമായി ബന്ധമുണ്ടെന്ന് മറ്റോ പോലീസെ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. അപ്പോ അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകരാ, ഞങ്ങളിപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, തിരിച്ചെടുത്തിട്ടില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരേ കാര്യത്തിന് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? ഒരേ കാര്യത്തിന് ഞങ്ങളൊരു നടപടി എടുത്തില്ലേ? ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ നടപടി എടുത്തു. ആ നടപടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇത് ഫ്ലൂട്ട് വായിക്കാനുള്ളതല്ല, ഉണ്ടയിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. കണ്ടോ, ഇറങ്ങി എന്റെ മറുപടി ഒറ്റ വാചകമാണ്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. ഒരു വിഷയത്തിനകത്ത് 2 തവണ നടപടി എടുക്കാൻ കഴിയില്ല. ഒരു നടപടി ഞാൻ ഏറ്റുവാങ്ങി ആ നടപടിയുടെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. കൊള്ളിച്ചിടിക്കാൻ എനിക്കറിയാൻ മേലഞ്ഞിട്ടല്ല, ഈ തടി ഇത്രയും പെരുപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്ന് പറയുമ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കാൻ പാർട്ടിയിൽ ആളുണ്ടായി. തീരുമാനത്തിൽ പങ്കില്ലെന്ന് പറയാനും. മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ തന്നെ രാഹുൽ നല്ല കൊച്ചന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാൾക്കൂട്ടത്തിന്റെ മുമ്പേ ഉള്ള പ്രശ്നമല്ലേ, അതിപ്പോഴും തുടരുകയാണ്. അതിന്റെ ഓരോ വിവരങ്ങളും പുറത്തു വരികയാണ്. ഇനിയും പുതിയ പുതിയ വിവരങ്ങൾ വരും. അവനെ എന്റെ കൂടെ നിർത്തി ശരിപ്പെടുത്തി എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ, അവൻ നന്നാവണം, മാറണം, മനസ്സ് മാറണം, ജീവിതശൈലി മാറ്റണം. അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവനെ നീ ഏറ്റെടുക്കരുത്, ഒരിക്കലും ഏറ്റെടുക്കരുത്. അവൻ നിന്നെ നാശമാക്കും. അത്രയ്ക്ക് പിഴയാവൻ, കരിമ്പഴ. KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്. എല്ലാ ആളുകളും ഏകകണ്ഠമായി എടുത്ത, സുധാകരൻ അടക്കം എല്ലാവരും ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. ഞാൻ മീറ്റിംഗിലൊന്നും ഉണ്ടായിട്ടില്ല. സുധാകരൻ അടക്കം എല്ലാവരും ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. എനിക്കറിയില്ല, അത് ചെന്നിത്തല പറഞ്ഞൊന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനുമായി ഡിസ്കസ് ചെയ്തിട്ടില്ല, ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. എനിക്ക് അത്രയേ പറയാൻ പറ്റൂ. കോൺഗ്രസിന്റെ നിലപാടാണല്ലോ, ഒരിക്കലും ആരെയും തള്ളി പറയാറില്ല. അവരെല്ലാം സംരക്ഷിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടു. എനിക്ക് അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. പാർട്ടി നടപടി നേരിട്ട ശേഷം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സജീവമാവുകയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്തതാണ് പൊല്ലാപ്പായത്. ഇറങ്ങണമെന്നോ ഇറങ്ങരുതെന്നോ പാർട്ടി പറഞ്ഞില്ല. സസ്പെൻഷനുമായി അടങ്ങി ഒതുങ്ങിയിരുന്ന് കുറെ കഴിഞ്ഞ് ഇറങ്ങിയാൽ പോരായിരുന്നോ? കുറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നെങ്കിലും ഓർമ്മ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. പാർട്ടി നടപടിയെ ധിക്കരിച്ച് രാഹുലിനെ കൊണ്ടു നടക്കാനായിരുന്നു പാലക്കാട്ടെ ചിലർക്ക് താല്പര്യം. KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ
പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്. നടപടി നേരിടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എങ്ങനെ പരിപാടി പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല. ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണ്. ശ്രീ രമേശ് ചെന്നിത്തല എന്താണോ പറഞ്ഞത് നല്ല ബോധ്യം എനിക്കുണ്ട്. ഞാൻ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള എൻ്റെ ഒരു നേതാവിൻ്റെയും, അവരെല്ലാം എൻ്റെ നേതാക്കന്മാരാണല്ലോ, എൻ്റെ ഒരു നേതാവിൻ്റെയും ഒരു വാക്കിനെയും ധിക്കരിക്കുന്ന ഒരാളല്ല ഞാൻ. മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ, മെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരിമാനേ, ഇണക്കിയാൽ ഇണങ്ങാത്ത മായപ്പൊന്മാനേ. അതിനകത്ത് ഇവിടുത്തെ ആളുകൾക്ക് പ്രയാസമില്ല, സ്ഥാനാർത്ഥികൾക്ക് പ്രയാസമില്ല. അത് അവിടുത്തെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത്. അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമില്ല, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണം ഞാൻ കേട്ടു. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല, പോകാനും പറഞ്ഞിട്ടില്ല. ഇവനെ പുറത്തൂടണ്ട അകത്തൂടണ്ട, അവനാ വാതിക്ക നിന്നോട്ടെ, പാറാവുകാരനൊരു കൂട്ടാകുമല്ല. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷന് അദ്ദേഹത്തിനെ സഹായിച്ച പ്രവർത്തകർ ഇലക്ഷൻ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹം സസ്പെൻഷനിലാണ്. പാർട്ടി പരിപാടികളിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. പാർട്ടി വേദിയിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല. അതാണ് ബന്ധം, ഒരു അവിഹിത ബന്ധം. ഓ, അവസാനം നൂൽബന്ധങ്ങളും ഉണ്ടായ മതിയായിരുന്നു. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിൽ പരാതിയുണ്ടോ എന്നാണ് ചോദിച്ചിരുന്നത്. ഇതാ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പരാതിക്കാരി എത്തി, പരാതി നൽകി. പ്രത്യേക അന്വേഷണ സംഘം പരാതിയിൽ അന്വേഷണവും തുടങ്ങി. രാഹുൽ MLA ഓഫീസ് പൂട്ടി ഒളിവിലും പോയി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകി യുവതി. ഡിജിറ്റൽ തെളിവുകളും 3 പേജ് പരാതിയും കൈമാറിയത് മുഖ്യമന്ത്രിക്ക് നേരിട്ട്. തുടർ നടപടികൾക്കായി ക്രൈംബ്രാഞ്ചിന് കൈമാറി. എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കില്ല. ഞാൻ എങ്ങോട്ട് പോകാനാ പാപ്പേട്ട? ഇവിടെ ഇങ്ങനെ നിന്നാ അപകട. ഒന്നുകിൽ എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും നുളിക്കുക. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ട്. അത് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടന്ന് അതിൻ്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. ദിവസം ഇങ്ങോട്ടെ ചക്ക വീണു മുയൽ ചത്ത പോലെ ഇനി എപ്പോഴും നടക്ക ഇങ്ങോട്ടെ നിന്റെ ഗന്ധ്യമനിയ. ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ പരാതിയിൽ അതിൻ്റെ നിയമാനുസൃത നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ഏറ്റെടുത്തു. രാഹുൽ മാങ്കൂട്ടം ഇതേവരെ കരുതിയതും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും പരാതി എവിടെ എന്നതായിരുന്നു. ഇന്നിപ്പോഴും അസന്നിഗ്ധമായി പരാതി കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഇനി പന്ത് സർക്കാരിൻ്റെ കോർട്ടിലാണ്. നടപടികൾക്കനുസരിച്ച് രാഹുലിനെതിരെ നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ എതിരായി സ്വീകരിച്ച നടപടികൾ കൂടുതൽ കടുപ്പത്തിലേക്ക് പോകണമെന്നുള്ളത് വരും ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് പാർട്ടി തീരുമാനിക്കും. அவங்க பின்னாடி வந்துட்டே இருக்கு, பின்னாடி வந்துட்டு இருக்கா. அப்ப நீங்க நிக்காது. ஐயோ எனக்கும் ஆபத்து, எனக்கு படி கிடைச்சிடும். எங்கேயாவது போ, போடா, காப்பாத்துங்க பாபா. വടി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടി വാങ്ങിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഇരയെ ആക്രമിച്ച് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് ആ ഇരയെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം രാഹുലിനല്ലാതെ മറ്റാർക്കുമില്ല. കിടപ്പുവശം മനസ്സിലാകാഞ്ഞിട്ടാണ്. എടാ ഗർഭം ഉണ്ടാക്കിയാ പോരാ, അത് ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റം കൂടെ വേണം. എനിക്ക് ധൈര്യമില്ല. അച്ഛൻ എത്ര തന്നെ വേണമെങ്കിൽ അച്ഛനെ ഏറ്റെടുത്തോ, എനിക്ക് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി. അദ്ദേഹം ചെയ്ത തെറ്റിനെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുത്തു. ആ തീരുമാനം മുഴുവൻ ശരിയായിരുന്നു. ആ തീരുമാനം ലംഘിച്ചത് അയാൾ ഒറ്റയൊരുത്തനാണ്. എനിക്ക് മെക്കാനിക്കിന്റെ പണി അറിഞ്ഞുകൂടെന്ന് പറയാൻ ചുക്കില്ല. പക്ഷെ ലേഡീസിന്റെ വിഷയത്തിൽ നാരായണൻകുട്ടി ഒരു എക്സ്പെർട്ടാ. വെറും ലൈംഗിക ആരോപണമല്ല, സ്ത്രീയെ അശാസ്ത്രീയ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു വിധേയാക്കിയെന്നാണ് ഗുരുതര പരാതി. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും ഉയരുന്നു. ആവശ്യം പാർട്ടി തള്ളുന്നില്ല.
അത് സ്വയം തീരുമാനിക്കട്ടെ എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാട്. കേരളത്തിൻ്റെ MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരാളും MLA ആയിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യില്ല. രാജിവെക്കുന്നതാണ് നല്ലത്, രാജിവെപ്പിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ്. MLA സ്ഥാനം ഒരിക്കലും പാർട്ടി വിചാരിച്ചാൽ ഒഴിവാക്കാൻ കഴിയില്ല. അത് സ്വയം തീരുമാനിക്കേണ്ടതാണ്. പുറത്ത് പറയരുത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഓർത്താടാ ഞാനും ഇത്രയും കാലം പറയരുത്. വിപ്പ് ലംഘിച്ചാൽ മാത്രമേ പാർട്ടിയിൽ നിന്ന് സഭയിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയൂ. പക്ഷേ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യം തന്നെയാണ് സസ്പെൻഷൻ. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. കോൺഗ്രസ് അയാളെ പുറത്താക്കിയല്ലോ എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. കോൺഗ്രസിൽ ആരെങ്കിലും അകത്തുണ്ടോ പുറത്തുണ്ടോ എന്നുള്ളത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഇത് നീതിബോധത്തിൻ്റെയും നിയമത്തിൻ്റെയും പ്രശ്നമാണ്. അദ്ദേഹത്തിന് ഒരു കാരണവശാലും MLA ആയിട്ട് തുടരാൻ കഴിയില്ല. പാലക്കാട് MLA അടിയന്തരമായിട്ട് രാജിവെക്കണം. ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണ്. ഇതിനപ്പുറത്തേക്ക് അതേ സംബന്ധിച്ച് എനിക്കൊന്നും പറയാം. അതിലൊരു ചോദ്യം VD സതീശനോടും സണ്ണി ജോസഫിനോടുമാണ്. അപ്പൊ ഞാൻ പോയിക്കോട്ടെ, ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ, മാറൂ. നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ, നിങ്ങളൊരു ധാർമ്മികതയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നതിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി എഴുതി സ്പീക്കർ കൊടുക്കണം. അതാണ് മാന്യത. 19 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത അന്തസ്സും അഭിമാനം മാത്രമേ ബാക്കി. നീ ഒന്നും പറയണ്ട, തൽക്കാലം ഇവിടെ നിന്ന് പോയാൽ മതി. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് പക്വതയും പാകതയും പോരെന്നും യൂത്തിനെ കണ്ടുപഠിക്കൂ എന്നുമാണ് മുമ്പൊരിക്കൽ രാഹുൽ മാങ്കൂട്ടം മുതിർന്നവരെ ഉപദേശിച്ചിരുന്നത്. ആ വാക്ക് മൂത്തവർ കേൾക്കാതിരുന്നത് എത്ര നന്നായി എന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. നിനക്കിത് വേണം, നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? യുവാക്കൾ കാണിക്കുന്ന, ചെറുപ്പക്കാർ കാണിക്കുന്ന ആ പക്വതയും പാകതയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ദയവ് ചെയ്ത് കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അംഗനവാടിയിലെ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല ഇത്. സാധാരണ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്ന, സാധാരണ പ്രവർത്തകന് അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയുന്ന പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങേണ്ടുന്ന പ്രസ്ഥാനം ഇത്തരം ഒരു ചർച്ചകളുടെ പിന്നാലെ പോകുന്നത് സാധാരണ പ്രവർത്തകന്റെ, ഒരിക്കൽ കൂടി പറയുന്നു, മൊറയിൽ തകർക്കും. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. അറസ്റ്റ് തടയണമെന്ന് രാഹുൽ. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചോ? ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ചർച്ചയായത് ഇപ്പോൾ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയി. ഞങ്ങൾ നടപടിയെടുത്തു, സ്വർണ്ണക്കൊള്ളക്കേസിലെ CPM നേതാക്കൾക്കെതിരെ നിങ്ങൾ എന്തു നടപടിയെടുത്തു എന്നാണ് ആദ്യ അമ്പരപ്പിന് ശേഷമുള്ള കോൺഗ്രസിൻ്റെ തിരിച്ചടി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സ്വർണവും ലൈംഗിക ആരോപണവും രാഷ്ട്രീയത്തിൽ നിറയുകയാണ്. ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാ? 2 CPM നേതാക്കന്മാര് ശബരിമലയിലെ സ്വർണ്ണക്കള്ള നടത്തിയതിന് ജയിലിലാണ്. മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന 2 CPM നേതാക്കന്മാർ. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. അയ്യപ്പന്റെ സ്വത്ത് കട്ടിട്ട് ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നവരെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അത് ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. നിങ്ങൾ ഇത് പറയുമ്പം അതും കൂടെ ചോദിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ പത്മകുമാറിൻ്റെയും പിന്നെ വാസുവിൻ്റെയും പേരിലൊന്നും നടപടി എടുത്തില്ലല്ലോ. MV ഗോവിന്ദൻ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? നീ വിഷമിക്കാതിരടാ, നിന്നെ പാർട്ടി സംരക്ഷിക്കും. അത് മതി. ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യുമെന്ന് ധരിക്കേണ്ടിയില്ല. ആർക്കും ഒരു സംരക്ഷണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ നൽകുന്ന പ്രശ്നമില്ല. ആരാണോ കുറ്റക്കാർ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. കണ്ടല്ലോ പാർട്ടിയുടെ നീതിബോധം. ഞങ്ങളുടെ പാർട്ടി അന്നും ഇന്നും സത്യത്തിനോടൊപ്പം മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ. വാർത്ത കൊടുക്കുമ്പോ അത് മറക്കണ്ട. നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? അവര് പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുമെന്നുള്ള പേടിയാണ്. അതാണ് MV ഗോവിന്ദൻ നടപടി എടുക്കാത്തത് പത്മകുമാറിനെയും വാസുവിനെയും പേടിച്ചാണ്. ധൈര്യമുണ്ടോ MV ഗോവിന്ദൻ പത്മകുമാറിന്റെയും വാസുവിന്റെയും പേരിൽ നടപടിയെടുക്കാൻ? മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ധൈര്യമുണ്ടോ? ഞങ്ങൾ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നതിന്റെ വെളിച്ചത്തിൽ ഒരു പാർട്ടി MLA സസ്പെൻഡ് ചെയ്തു.
ആ ധൈര്യത്തിൻ്റെ ഒരു അംശം പിണറായി വിജയന് കാണിക്കാൻ കഴിയുമോ? എം.വി. ഗോവിന്ദന് കാണിക്കാൻ കഴിയുമോ? അതെ, വെറുതെ ധൈര്യം തന്നെ ആളെ കൊല്ലാൻ നോക്ക. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പത്മകുമാർ ദൈവതുല്യരായ ചിലരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് മൊഴി നൽകിയിരുന്നു. ഈ ദൈവതുല്യർ ആരാണ് എന്നാണ് ഇപ്പോഴത്തെ തർക്കം. മന്ത്രിയാണോ തന്ത്രിയാണോ എന്ന് ചിലർക്കറിയണം. ആഗോള അയ്യപ്പ സംഗമത്തിൽ അടുത്തിടെ തത്വമസിയും ഉപനിഷത്തും ഉപദേശിച്ചവരാണെന്ന് വരെ പ്രതിപക്ഷം ആരോപിക്കുന്നു. അവർക്കറിയാം തിരിച്ച് അധികാരത്തിൽ വരില്ല എന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ സമനില തെറ്റി ആഗോള അയ്യപ്പ സംഗമം. സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ. പിണറായി വിജയനെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ ഒരു ഭക്തി, കപട ഭക്തി, എന്നിട്ട് നമ്മളോട് പറയാണ് തത്വമസി. തത്വമസി, ആ പേരൊന്നോട് പറഞ്ഞു. തത്വമസി എന്താണ് തത്വമസി എന്നുള്ളതിന്റെ അർത്ഥം? ആ കിട്ടി. ഈ തത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഈ അസി എന്നുള്ള മുസ്ലിം പേര് എങ്ങനെ വന്നു എനിക്ക് മനസ്സിലാവത്തു. ചാന്തോക്യോപനിഷത്തിലെ ഈ വചനത്തിന്റെ പൊരുൾ അത് നീ തന്നെ, ഞാൻ നീയാകുന്നു എന്നാണ് തത്വമസിയുടെ അർത്ഥം. അത് നീ തന്നെ, ഞാൻ നീയാകുന്നു എന്നാണ് തത്വമസിയുടെ അർത്ഥം. എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. അത് കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുമ്പ് ശബരിമല മോഷണത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ പുറത്തു വന്ന അയ്യപ്പൻ അപ്പൊ തന്നെ ആക്റ്റീവ്. ഈ കപട വ്യക്തി കണ്ടിട്ട് ആർക്കും സഹിക്കാൻ പറ്റില്ല. CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാർ ജയിലിൽ ഉണ്ട തിന്നുകയാണ്. ഇപ്പം ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുകയാണ്. അയ്യോ സാറേ, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടൊന്നുമില്ല, അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ 3 നേരം ചോറാ, കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറിയും, അതേ മട്ടനും ചിക്കനും. ഇനിയും വരും. ഇനിയും മന്ത്രിമാരടക്കമുള്ളവർ ജയിലിൽ പോകേണ്ടി വരും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അയ്യപ്പനോട് നമ്മൾ കളിക്കാൻ പോകരുത്. സ്വാമിയേ 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 അയ്യപ്പോ കളിക്കാൻ പോകരുത്. അയ്യപ്പനോടാണ് ഇപ്പം കളി. ഓരോരുത്തരായിട്ട് ഇവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പനോട് കളിച്ചവരൊക്കെ തന്നെ. കടകംപള്ളി വന്നാൽ അത് 19, 25 മോഷണത്തിന് ആരാ മുൻകൈയെടുത്ത്? വാസവൻ. നീയും കൊടുക്കും. ദൈവതുല്യരായിട്ടുള്ള ചില ആളുകൾ ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞത്. ആരാണ് ദൈവതുല്യരായ ആളുകൾ എന്നൊക്കെ കേരള സമൂഹം തിരിച്ചറിയും. ദൈവതുല്യം പിണറായി ആയിരിക്കും, കാരണഭൂതനാണല്ലോ.